ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കൃഷിയുടെ ഒരു വീഡിയോ ആണ്. അപ്പോൾ കൃഷി എന്ന് പറഞ്ഞാൽ ഒരു ഇഞ്ചി കൃഷി, അതേപോലെ 2-3 കൃഷികളുടെയും, അതേപോലെ നമ്മൾ ചെടി നടുമ്പോൾ എങ്ങനെയൊക്കെയാണ് മണ്ണ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണത്, അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇതിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് ചട്ടിയിൽ നമ്മൾ ചെടി വെക്കണേന് ആദ്യം തന്നെ കുറച്ച് ചകിരി ഇട്ട് അതിന് ശേഷം ഈ ഒരു മണ്ണ് മുൻകൂട്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. വേറെ ചെടികളിൽ ഇട്ടിട്ട് ബാക്കിയുള്ളതാണ്. അപ്പോൾ ഇതിലിട്ടിട്ടുള്ളത് ചകിരിച്ചോറും അതേപോലെ കുറച്ച് മണ്ണും ആട്ടുംകാട്ടും കൂടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതിൽ മിക്സ് ചെയ്തിട്ട് വെച്ചുള്ളത്. ആട്ടുംകാട്ടം ചെടികൾക്കൊക്കെ നല്ലതാണ്, ചെടികളായാലും അതേപോലെ വെജിറ്റബിൾസിനും ഒക്കെ നല്ലതാണ് ആട്ടുംകാട്ടം. അപ്പോൾ ഈ ഒരു മണ്ണാണ് ഇപ്പോൾ നമ്മൾ ചെടികൾക്ക് നമ്മൾ വെക്കുമ്പോൾ യൂസ് ചെയ്യണത്. നമ്മൾ ഈ ചകിരിച്ചോറ് യൂസ് ചെയ്യുകയാണെങ്കിൽ വേരുകളൊക്കെ വേഗം പിടിച്ച് നമുക്ക് ചെടി നല്ലപോലെ പെട്ടെന്ന് വളർന്ന് കിട്ടും. അതിപ്പോൾ ചകിരിച്ചോറ് കുറച്ച് ഇപ്പോൾ ഈ ചകിരിച്ചോറ് അതേപോലെ മണ്ണ്, പിന്നെ നമ്മൾ ഏത് വളമാണോ ഇപ്പോൾ ആട്ടുംകാട്ടാണോ അതല്ലെങ്കിൽ ചാണകമാണോ ഇടുന്നത് അതും മിക്സ് ചെയ്യുമ്പോൾ മണ്ണ് കുറച്ച്, ഇപ്പോൾ നമ്മൾ ഒരു ബക്കറ്റ് ചകിരിച്ചോറ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 1/2 ബക്കറ്റ് മണ്ണെടുത്താൽ മതി. അപ്പോൾ അത് വെക്കുകയാണെങ്കിൽ നല്ല പോലെ ചെടികളൊക്കെ പെട്ടെന്ന് പിടിച്ച് കിട്ടും കേട്ടോ. ഇത് പിടിപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കമ്പ് കുത്തിയിട്ട്. അപ്പോൾ ചെറിയൊരു കവറിൽ വെച്ചിട്ട് അത് വേര് വരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. സാധാ ഒരു മണ്ണിൽ തന്നെയാണ് അത് നമ്മൾ ചെറിയ കവറിൽ വെച്ചിട്ട് വേര് വന്നതിന് ശേഷം ചട്ടിയിലേക്ക് എടുത്ത് വെക്കാമെന്നുള്ളതിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് വെച്ചപ്പോൾ ആ ചട്ടി ഒന്ന് മാറ്റി വെച്ചതാണ്. ഇനി അതുപോലെ നമ്മൾ നിലത്താണ് ചെടികൾ നടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഉമ്മ ചെയ്യണ ആ ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കാരണം ഇപ്പോൾ ഇങ്ങനത്തെ ഒരു രീതിയിലൊക്കെ ചെയ്തിട്ട് നല്ല പോലെ ഇവിടെ എന്താ പറയുക, ചെടിയാണെങ്കിലും ഒക്കെ ഒരു നല്ല ലെവലിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഞാൻ പറയണത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് ചാല് കീറിയിട്ട് അതിൽ വെറും എന്താ പറയുക, നമ്മുടെ ആട്ടുംകാട്ടം മാത്രമേ നമ്മളിപ്പോൾ ഇതിൽ ആഡ് ചെയ്യണുള്ളൂ. ഒന്ന് കുറച്ചൊരു നമ്മൾ ചെടി വെക്കണേൻ്റെ ഒന്നും കൂടെ താഴത്തേക്കാക്കിയിട്ട് നല്ലപോലെ ചാല് കീറിയിട്ട് അതിൽ നമ്മൾ ഈ ഒരു ആട്ടുംകാട്ടം ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മേലെ നമ്മൾ മണ്ണിട്ട് മൂടുകയാണ്. പിന്നെ മണ്ണിട്ട് മൂടിയതിന് ശേഷം നമ്മൾ പിന്നെ കുറച്ച് ചെറിയ ചെറിയ കുഴികൾ ഉണ്ടാക്കിയിട്ട് അതിലാണ് പിന്നെ നമ്മൾ ചെടികൾ വെക്കണത്. ഇതിപ്പോൾ നമ്മൾ പച്ചക്കറി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വെക്കുകയാണെങ്കിൽ ഇതിൽ ചവറും അതേപോലെ നമ്മൾ പുളിയില്ലാത്ത ചാരമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊടുന്നിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഈ ചെടി നമുക്ക് പെട്ടെന്ന് നല്ല പോലെ തന്നെ വെജിറ്റബിൾസൊക്കെ ഉണ്ടാവാൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതൊരു നമ്മളൊരു ഉള്ളിച്ചെടി എന്ന് പറയുന്ന പോലെ, അതിൻ്റെ പേരൊന്നും കറക്റ്റ് അറിയില്ല. ഇതേപോലെ വന്നിട്ടൊരു നല്ല റോസ് കളർ പൂവ്, അതേപോലെ ഇതിൻ്റെ റോസ്, റെഡ്, ഓറഞ്ചൊക്കെ ഈ ഒരു കളറുണ്ട് ഈ പൂവിൻ്റെ. ഞാനിതിൻ്റെ എവിടെയെങ്കിലും ഞാൻ ഈ ഒരു പൂവിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൽ കാണിച്ചു തരാം. ആ ഒരു പൂവാണ് ഇതിൽ ഉണ്ടാവുക. അപ്പോൾ ഇത് കുറേ നാളായിട്ട് ചട്ടിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അതൊന്ന് മാറ്റിയിട്ട് നിലത്തേക്ക് കുഴിച്ചിട്ടതാണ്. പിന്നെ അതേപോലെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നിലത്ത് തന്നെയാണ് പനിക്കൂർക്ക നമ്മൾ നടുകയാണ്. അപ്പോൾ അതിന് ഞാൻ ആദ്യം തന്നെ നിലമൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് കിളച്ചെടുത്ത്, കാരണം വേറെ ഓടണമെങ്കിൽ ഇങ്ങനെ കട്ടി പിടിച്ച് നിൽക്കണ ആ ഒരു ഭാഗത്ത് പെട്ടെന്ന് നമുക്ക് വേറെ ഓടില്ല. അപ്പോൾ അടിയിലേക്ക് നല്ലപോലെ കിളച്ചിട്ട് വെക്കുകയാണെങ്കിൽ നല്ലപോലെ ഇതിൻ്റെ വേറെ ഓടും. അപ്പോൾ അതിലേക്ക് പിന്നെ ഈ കിളച്ചതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ഇട്ടത് നമ്മൾ കമ്പോസ് ചെയ്ത വളമാണ്. കാരണം പച്ചക്കറികൾ കൊണ്ട് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു വളമാണ്. ആ വളം എങ്ങനെ ഉണ്ടാക്കണമെന്ന് ആവശ്യമുള്ളവർ പറയുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം. അപ്പോൾ ഈ ഒരു സംഭവം ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് പിന്നീട് നമ്മൾ ഈ കഞ്ഞിക്കൂർക്കയുടെ തുമ്പ് കൊടുന്നിട്ടാണ് നമ്മളിത് വെക്കണത്. ഇത് പെട്ടെന്ന് തന്നെ ഈ ഒരു സംഭവം പിടിച്ച് വരും കേട്ടോ. മണ്ണിലാണെങ്കിലും അതേപോലെ ഇനിയിപ്പോൾ നമ്മൾ ഗ്രോ ബാഗിൽ വെക്കുകയാണെങ്കിലും എന്ത് കവറിൽ വെക്കുകയാണെങ്കിലും കഞ്ഞിക്കൂർക്ക പെട്ടെന്ന് പിടിക്കും. കാരണം ഈ ഒരു കഞ്ഞിക്കൂർക്ക കൊണ്ട് ഞാനൊരു റെസിപ്പി അടുത്ത വീഡിയോയിൽ ഞാനൊരു റെസിപ്പി ഇടാം. അത് ചിലവർക്കൊക്കെ അറിയുണ്ടാവും ഈ ഒരു റെസിപ്പി എന്താണെന്നുള്ളത്. എന്തായാലും നെക്സ്റ്റ് വീഡിയോ ഞാൻ ഈ ഒരു കഞ്ഞിക്കൂർക്ക കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുടെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് എന്തായാലും.
കഞ്ഞിക്കൂർക്ക പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും കേട്ടോ. അത് നല്ല വെയിലുള്ളിടത്ത് വേണം ഈ ഒരു കഞ്ഞിക്കൂർക്ക വെക്കാൻ. തണലുള്ളിടത്താകുമ്പോൾ അധികം നമുക്ക് ഇലകളൊന്നും കിട്ടില്ല. നല്ല വെയിലുള്ളിടത്താണ്, അധികം തടസ്സമൊന്നും ഇല്ലാണ്ട് നല്ല വെയിലുള്ളിടത്താണ് നമ്മൾ ഈ കഞ്ഞിക്കൂർക്ക വെക്കുകയാണെങ്കിൽ നല്ല പോലെ തന്നെ കഞ്ഞിക്കൂർക്ക ഉണ്ടാവും. അപ്പോൾ ഞാനിതിൻ്റെ വേറെ വീഡിയോ ഇതൊക്കെ ഒന്ന് പിടിച്ചൊന്ന് സെറ്റായി കഴിഞ്ഞാൽ അതിൻ്റെ വേറൊരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് ഇടുന്നുണ്ട്. അങ്ങനെ പിന്നെ തുമ്പകളൊക്കെ പൊട്ടിച്ച് കൊടുന്നതൊക്കെ വെച്ച് നമ്മുടെ അപ്പോൾ കഞ്ഞിക്കൂർക്കയുടെ തോട്ടം ശരിയായിട്ടുണ്ട്. ഇത് അതേപോലെ കണ്ടില്ലേ, ആ ഒരു തുമ്പ് മാത്രം കൊടുന്ന് നമുക്ക് വേരൊന്നും വേണമെന്നൊന്നുമില്ല. ഇതേപോലെ തുമ്പ് കൊടുന്നിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മളിതെല്ലാം വെക്കുമ്പോഴും ഓവറായിട്ട് വളമിട്ട് കൊടുക്കരുത് കേട്ടോ. ഓവറായി വളമിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്യാൻ സാധ്യതയുണ്ട്. കുറച്ച് വളം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, കാരണം മണ്ണിലാവൊന്ന് പിടിച്ച് വരാനുള്ള ഒരു വളം. പിന്നെ ഇതൊക്കെ ഒന്ന് പിടിച്ച് നമ്മളൊന്ന് വേരൊക്കെ വന്നെന്ന് കണ്ടതിന് ശേഷം മാത്രമേ പിന്നെ വളമിടാൻ പാടുള്ളൂ. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇഞ്ചി കൃഷി. നമ്മൾ ഗ്രോ ബാഗിൽ വെച്ചിട്ട് ഇഞ്ചി ഉണ്ടായിട്ടുള്ള ഒരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കുറേ മുന്നേ ഉമ്മ വെച്ചിട്ടുണ്ട്, ഒരു 6 മാസം മുന്നേ വെച്ചിട്ടുള്ള ഒരു ഇഞ്ചിയുടെ ഗ്രോ ബാഗാണ്. അപ്പോൾ അതിലുണ്ടായിട്ടുള്ള ഇഞ്ചിയാണ് കാണിക്കണത്. ഒരു 1-2 കഷ്ണം ഇഞ്ചിയെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഗ്രോ ബാഗിൽ വെച്ചിട്ട് ഉണ്ടായിട്ടുള്ള ഇഞ്ചിയാണിത്. അപ്പോൾ ഇതിൽ എങ്ങനെയൊക്കെ ഈ ഗ്രോ ബാഗിൽ വെക്കുമ്പോൾ നമ്മൾ വളമാണെങ്കിലും മണ്ണൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മളിത് ചെയ്തതെന്നുള്ള വീഡിയോ ഒക്കെ ഞാനിതാ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അന്ന് ഗ്രോ ബാഗിൽ വെക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ കൊടുന്ന ഇഞ്ചിയിൽ ചെറുതായിട്ട് മുള വന്നിട്ടുണ്ടാവില്ലേ. അപ്പോൾ ആ മുള വന്ന ഇഞ്ചികളാണ് അന്ന് വെച്ചത് കേട്ടോ. അന്ന് വെച്ചിട്ട് കിട്ടിയിട്ടുള്ള ഇഞ്ചിയാണ് ഇപ്പോൾ ഇത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ വെക്കുമ്പോൾ ഈ ഗ്രോ ബാഗിൽ അടിയിൽ നല്ല പോലെ ഉണങ്ങിയ ഇലല്ലേ കച്ചറ, അത് ഇട്ടിട്ട് പിന്നെ മണ്ണും ആട്ടുംകാട്ടും ഇത് നമ്മൾ മറ്റേ പച്ചക്കറിയൊക്കെ വെച്ചിട്ട് കമ്പോസ് ചെയ്തിട്ടുള്ളത് വളമാണ്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഈ മണ്ണ് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ഒരു മിക്സാണ് നമ്മൾ ആ ഗ്രോ ബാഗിൽ ഫുള്ള് നിറച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ വളങ്ങളും നമ്മുടെ ഈ മണ്ണും എല്ലാം അതും നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം, കാരണം അവിടെ ഇവിടെ ഒന്നും ആവാണ്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഇനി നമ്മൾ ഗ്രോ ബാഗ് വെക്കണത് ആ സ്ഥലത്തൊക്കെ ഒന്ന് ക്ലീനാക്കി പിന്നെ ഗ്രോ ബാഗ് അവിടെ കൊണ്ടുപോയി വെച്ചതിന് ശേഷം, കാരണം നമ്മൾ ചിലപ്പോൾ മണ്ണെടുത്ത് കൊണ്ടുപോകുമ്പോൾ ഗ്രോ ബാഗ് പൊട്ടിയെന്ന് വരും. അപ്പോൾ മുൻകൂട്ടിയിട്ട് നമ്മൾ എന്താ പറയുക, നിങ്ങൾ ഇവിടെ കൊടുന്ന് വെച്ചതിന് ശേഷമേ വെച്ചോളൂ മണ്ണുള്ളൂ. അപ്പോൾ ഇതേപോലെ ആ കച്ചറയുടെ മേലെ നമ്മൾ മിക്സ് ചെയ്ത മണ്ണിടുക. ആ മണ്ണിട്ടതിന് ഒന്നൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ട് നമ്മൾ മുള വന്നിട്ടുള്ള ഇഞ്ചി, അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു നമ്മൾ നേരത്തെ പറിച്ചിട്ടുള്ള ഇഞ്ചിയിൽ നിന്നാണ് നമ്മളിപ്പോൾ ഈ ഒരു മുള വന്നിട്ടുള്ളത് വെക്കണത്. അപ്പോൾ ഉമ്മ എങ്ങനെ ചെയ്തെന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ അന്ന് ഇത് വെക്കുമ്പോൾ ഞാനന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേപോലെ മുള വന്നിട്ടുള്ള ഇഞ്ചി 1-2 ഒരു ബാഗിൽ വെച്ചാൽ മതി, കാരണം 1-2 വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അന്ന് ഒരു പരീക്ഷണം പോലെ നമ്മൾ ഒരു ബാഗിൽ വെച്ച് നോക്കിയതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു അത്യാവശ്യത്തിനുള്ള ഇഞ്ചി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2-3 ബാഗിൽ അങ്ങനെ ഈ മുള വന്നിട്ടുള്ള ഇഞ്ചിയൊക്കെ വെച്ച്, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ മണ്ണ് അതേപോലെ സ്ഥലങ്ങളൊന്നും ഇല്ലാത്തവർക്കും പെട്ടെന്നൊക്കെ ഈ ഗ്രോ ബാഗിൽ നമുക്ക് ഇഞ്ചി ആണെങ്കിലും അതേപോലെ പൊട്ടറ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് ആക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു സംഭവത്തിൻ്റെ മേലെ ഇതേപോലെ ചവറൊന്നിട്ട് കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഈർപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് തന്നെ വെയിലടിച്ചിട്ട് അതൊന്ന് വാടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൻ്റെ മേലെ കച്ചറിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കൃഷി രീതികളൊക്കെ നിങ്ങൾ കണ്ടില്ല. അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് നമ്മൾ അറിയിക്കണം. അടുത്ത വീഡിയോ ആയിട്ട് വരണ വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.